ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. പുതുവർഷത്തെ വരവേൽക്കുമ്പോൾ ഇന്ന് 2026 ജനുവരി 1, പുതുവർഷാരംഭം. ഏറെ പ്രതീക്ഷയോടെയാണ് ലോകം പുതുവർഷത്തെ വരവേൽക്കുന്നത്. സാമ്പത്തിക, സാംസ്കാരിക, സാമൂഹ്യ മേഖലകളിലും ശാസ്ത്ര സാങ്കേതികം, കായികം തുടങ്ങിയ മേഖലകളിലും ഇന്ത്യക്ക് വൻ മുന്നേറ്റമുണ്ടായ വർഷമാണ് കടന്നുപോയത്. രാജ്യത്തും സംസ്ഥാനത്തും പുതുവർഷം ശുഭപ്രതീക്ഷയിലാണ്. സ്വർണത്തിന്റെ വിപണിയിൽ വിലയുടെ കുതിച്ചുകയറ്റം ഏറെ ഞെട്ടലോടെയാണ് ലോകം കണ്ടത്. ആഗോള സമ്പദ്വ്യവസ്ഥയിലെ മാറ്റങ്ങളും ആശങ്കയോടെയും പ്രതീക്ഷയോടെയും നോക്കിക്കാണുകയാണ്. ജപ്പാനെ മറികടന്ന് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ 4ാമത്തെ സമ്പദ്വ്യവസ്ഥയായതും 2025 വർഷത്തിലാണ്. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം, ഓപ്പറേഷൻ സിന്ദൂർ, സ്റ്റാർട്ടപ്പുകൾ, നിർമ്മിത ബുദ്ധി എന്നിവയിൽ ആഗോള റാങ്കിങ്ങിൽ ഇന്ത്യ വൻ കുതിപ്പാണ് നടത്തിയത്. റഷ്യ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധങ്ങളിലും ഇന്ത്യ ശ്രദ്ധേയമായി. ആക്സിയം സ്പേസ് ദൗത്യത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായി ശുഭാംശു ശുക്ല. ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന 2 ഉപഗ്രഹങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്ന ISROയുടെ സ്പേഡെക്സ് പരീക്ഷണം വിജയകരമായതും കഴിഞ്ഞ വർഷത്തിലാണ്. ഇതോടെ ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ. ഗഗൻയാൻ മനുഷ്യദൗത്യത്തിനായുള്ള ആദ്യത്തെ അൺക്രൂഡ് ടെസ്റ്റ് വിജയകരമായി നടന്നു. ഡി ഗുകേഷ് ലോക ചെസ് ചാമ്പ്യനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ദിവ്യ ദേശ്മുഖ് വനിതാ ലോകകപ്പ് ചെസ് ചാമ്പ്യനായി. ക്രിക്കറ്റിൽ പുരുഷ ടീം ICC ചാമ്പ്യൻ ട്രോഫിയും ഏഷ്യ കപ്പും സ്വന്തമാക്കിയപ്പോൾ വനിതാ ക്രിക്കറ്റ് ടീം ആദ്യമായി വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് സ്വന്തമാക്കി. വർത്തമാനകാലത്ത് കലയിലും സാഹിത്യത്തിലും സാമൂഹ്യമായും എല്ലാം മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു ജനതയുടെ സാംസ്കാരിക മുന്നേറ്റത്തിന് കാരണമാകുന്നതും പുതിയ പരിണാമങ്ങൾക്ക് കാരണമാകുന്നതും കലയിലും സാഹിത്യത്തിലും ഉണ്ടാകുന്ന പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ്. അത്തരം മാറ്റങ്ങളിലൂടെയുണ്ടാകുന്ന കൂട്ടായ്മകളും ആശയങ്ങളുമാണ് ലോകത്തിന് എന്നും പുതുമ നൽകുന്നത്. കോട്ടയം രാമകല്യ കലാകേന്ദ്രം ഡയറക്ടറും സിനിമാ നാടക പ്രവർത്തകനും ചിത്രകാരനുമായ ശ്രീ സാബു രാമൻ. ഓരോ വർഷവും കടന്നു പോകുമ്പോൾ പുതുവർഷത്തിന്റെ വരവിനെക്കുറിച്ച് നമ്മൾ ആകുലതയോടെ ചിന്തിക്കാറുണ്ട്. കഴിഞ്ഞ കാലത്തെ ഓർത്തെടുത്തുകൊണ്ട് പുതിയതിലേക്ക് ചുവടുവെക്കുന്നതായിരിക്കും ഉചിതം. കാരണം ജീവിതാനുഭവങ്ങൾ നമുക്ക് തന്ന നേട്ടങ്ങളും നഷ്ടപ്പെടലുകളുമൊക്കെ പാഠമായി നമുക്ക് ഉൾക്കൊള്ളേണ്ടതുണ്ട്. നാം നേടിയ നേട്ടങ്ങളൊക്കെ വ്യക്തിഗതമായിരുന്നോ സാമൂഹികമായിരുന്നോ എന്നൊക്കെ ചിന്തിക്കുന്നതും നല്ലതാണ്. വ്യക്തിഗതമായ അറിവുകളെ പൊതുസമൂഹത്തിനായി പകർന്നു നൽകുന്നതിൽ നാം എത്ര കണ്ട് മുന്നേറി എന്നതും പ്രധാനമാണ്. കലയും സാഹിത്യവും സാംസ്കാരിക പ്രവർത്തനവുമൊക്കെ അതിന്റെ ചാലകങ്ങളാണ്. വായനാനുഭവം പുതിയ സങ്കേതത്തിലേക്ക് വഴിമാറിയെങ്കിലും രാഷ്ട്രീയ ബോധത്തിലൂന്നിയുള്ള സൃഷ്ടികൾക്ക് ഇടം കിട്ടിയ വർഷമാണ് കടന്നുപോയത്. അത് എഴുത്തിലാണെങ്കിലും വരയിലാണെങ്കിലും മറ്റ് സൃഷ്ടികളിലാണെങ്കിലും പ്രകടമായിരുന്നു. വർത്തമാനകാലത്ത് കലയിലും സാഹിത്യത്തിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് സിനിമയിലാണെങ്കിലും നാടകത്തിലാണെങ്കിലും മറ്റ് സാഹിത്യ സാംസ്കാരിക രംഗത്താണെങ്കിലും പ്രകടമാണ്. അതൊരു നല്ല സൂചനയായിട്ടാണ് കാണുന്നത്. പരന്ന കഥാപ്രതലങ്ങളിൽ നിന്നും മാറി നാം ശ്രദ്ധിക്കാതെ പോയ കോണുകളിൽ നിന്ന് വരെ കഥാബീജങ്ങൾ ജനിക്കുകയാണ്. അവയുടെ നിർമ്മിതിയിലും വിതരണത്തിലും വരെ പുതുമാർഗങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നതായി കാണാം. ഇത് പുതിയ കാലത്ത് പ്രതീക്ഷകൾ നൽകുന്ന ഒന്നാണ്. എന്നാൽ മലയാളത്തിൽ നിന്നും മാറി ചിന്തിക്കുമ്പോൾ ലോകത്തിന്റെ പല കോണുകളിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നു. അധിനിവേശ യുദ്ധത്തിന്റെ ആരവം അലോസരപ്പെടുത്തിയിരുന്ന ഒരു വർഷമാണ് കടന്നുപോയത്. പ്രതിരോധം തീർക്കേണ്ട തൂലികയ്ക്ക് വരെ വിലക്കേർപ്പെടുത്തിയിരുന്ന കാലം. പുതുവർഷത്തിൽ നാം കൂടുതൽ കരുതൽ നേടേണ്ടതുണ്ട്. അരികുവൽക്കരിക്കപ്പെട്ടവരെ ചേർത്തു നിർത്തി ചരിത്രബോധ നിർമ്മിതിയെ അടയാളപ്പെടുത്തുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ട്. പുതുതലമുറയ്ക്ക് അതിനുള്ള ആർജവമുണ്ടാകട്ടെ എന്ന് ആശംസിക്കും. 2025 ചില മേഖലകളിൽ നഷ്ടങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ 101ാമത്തെ വയസ്സിലാണ് തന്റെ പോരാട്ട ജീവിതം വെടിഞ്ഞത്. നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ, ചലച്ചിത്രകാരനും ഛായാഗ്രാഹകനുമായ ഷാജി N കരുൺ എന്നിവരും പുതുതലമുറയെപ്പോലും പ്രചോദിപ്പിച്ച ഗായകൻ ജയചന്ദ്രൻ തുടങ്ങി ധാരാളം പേരാണ് 2025 മറഞ്ഞുപോയത്. ഡോക്ടർ ഖമറുദ്ദീൻ ഫൗണ്ടേഷൻ ഫോർ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന്റെ പ്രസിഡന്റും എഴുത്തുകാരനുമായ
ഡോക്ടർ ബി ബാലചന്ദ്രൻ. 2025 കേരളത്തിന് ഏറെ നഷ്ടങ്ങൾ സംഭവിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് VS അച്യുതാനന്ദൻ എന്ന മഹാനായ നേതാവിന്റെ വിയോഗമാണ്. അദ്ദേഹം ദീർഘകാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഒരു വട്ടം പ്രതിപക്ഷ നേതാവായിരുന്നു. ഈ കാലങ്ങളിൽ ഓരങ്ങളിലാക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി, ഓരങ്ങളിലാക്കപ്പെട്ട പ്രകൃതിക്ക് വേണ്ടി അദ്ദേഹം പൊരുതി. എങ്ങനെയാണ് അത് നമുക്ക് മറക്കാനാവുക? അതുപോലെ നമ്മുടെ സാനുമാഷ് നഷ്ടമായി. അദ്ദേഹം മലയാളിക്ക് സമ്മാനിച്ച ചിന്താ പരിസരം, അതിന്റെ ഗൗരവത്തിൽ മനസ്സിലാക്കിയവർക്ക് ആ നഷ്ടത്തിന്റെ ആഴം മനസ്സിലാക്കാനാവും. TJS ജോർജ് എന്ന പ്രസിദ്ധനായ മാധ്യമ പ്രവർത്തകൻ നമുക്ക് നഷ്ടമായി. ശ്രീനിവാസൻ എന്ന മഹാനായ നടൻ നമുക്ക് നഷ്ടമായി. അതുവരെ മലയാളം വിശ്വസിച്ചിരുന്ന നായക സങ്കല്പത്തെ, അതിന്റെ ചില മൂല്യവിചാരങ്ങളെ മുഴുവൻ തകർത്തുകൊണ്ടാണ് മലയാള ചലച്ചിത്ര ലോകത്തിൽ ശ്രീനിവാസൻ ഒരു പുതിയ അധ്യായം രചിച്ചത്. തിരുവനന്തപുരത്തിന്റെ പരിസരങ്ങൾ മുഴുവനും ശ്രദ്ധേയനായിരുന്ന, കേരളത്തിൽ വായിക്കുന്ന മനുഷ്യരുടെയൊക്കെ ശ്രദ്ധയിൽ എത്തിയിരുന്ന കവിതകൾ എഴുതിയ ചായൻ ധർമ്മരാജൻ നമുക്ക് നഷ്ടമായി. അദ്ദേഹത്തിന്റെ ആദ്യകാല കവിതയില് അവസാനം ഇങ്ങനെ പറയുന്നു: പുനഃപ്രകാശനം അസാധ്യമാം കൃതി. സ്വപ്നത്തെക്കുറിച്ച്, ഭാവനയെക്കുറിച്ചാണത് പറയുന്നതെങ്കിലും മരണത്തെക്കുറിച്ച് പോലുമുള്ള ദുസ്സൂചന അതിനകത്ത് ഉണ്ട്. പക്ഷെ ഇതൊക്കെ നഷ്ടങ്ങളാണ്, എന്നാലും നഷ്ടങ്ങളല്ല, സ്വാഭാവികമായ സംഭവങ്ങളെന്ന് കരുതേണ്ടി ഇരിക്കുന്നു. പക്ഷെ എന്നെ ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യം, മലയാള ഭാഷയിൽ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം പകുതിയിൽ നിന്നും താഴെ എത്തിയിരിക്കുകയാണ്. ഇതിനെതിരെയുള്ള ഒരു സമരത്തിന്റെ കാലം കൂടി ആയി 2026 വർഷത്തെ വളർത്തിയെടുക്കേണ്ട ബാധ്യത ഓരോ മലയാളിക്കും ഉണ്ട്. നല്ല കാലം തീർച്ചയായും വരുമെന്നുള്ള സ്വപ്നം ബാക്കി വയ്ക്കുകയാണ് ഞാൻ. ആഗോളതലത്തിൽ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ നിക്ഷേപകരെ സ്വർണത്തിലേക്ക് എത്തിച്ചു. 2025 ജനുവരിയിൽ 1 പവൻ സ്വർണത്തിന് 57,200 രൂപയായിരുന്നത് 2025 അവസാനമാകുമ്പോഴേക്കും 1 പവൻ ആഭരണമായി വാങ്ങുമ്പോൾ 1,17,000 രൂപയിലധികം നൽകേണ്ടി വരുന്നു. സാമ്പത്തിക വിദഗ്ധനും തൃശൂർ വടക്കഞ്ചേരി ശ്രീ വ്യാസ NSS കോളേജിലെ കൊമേഴ്സ് വിഭാഗം മേധാവിയുമായ ഡോക്ടർ സനേഷ് സി. 2026 കുറിച്ച് വളരെ ശുഭപ്രതീക്ഷയാണ് പൊതുവെ നിക്ഷേപ ലോകം മനസ്സിൽ കാണുന്നത്. 2025 വളരെ വൈവിധ്യതകളിലൂടെ കടന്നുപോയിട്ടുള്ളൊരു വർഷമാണ്. ഓഹരികൾക്ക് വില കയറിയേക്കാട്ടും കൂടുതൽ നമ്മൾ വാർത്തകളിൽ കണ്ടത് സ്വർണം, വെള്ളി പോലെയുള്ള കമ്മോഡിറ്റികൾക്ക് കുത്തനെ വില കയറുന്ന ഒരു സാഹചര്യമാണ്. അതിന് ആഗോളതലത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ കാരണമായിട്ടുണ്ട്. 2026 പ്രതീക്ഷിക്കാൻ പറ്റുന്നത് സ്വർണം, വെള്ളി പോലെയുള്ള കമ്മോഡിറ്റികളിൽ കഴിഞ്ഞ വർഷം പോലെ ഉണ്ടായ അത്രത്തോളം വലിയ വർധനവ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാലൊരു മോഡസ്റ്റ് ഗെയിന് ഇനി അതിനകത്ത് കിട്ടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഓർക്കേണ്ടത്, ഒരു ഉയർന്ന നിലവാരങ്ങളിൽ മികച്ച ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് സാധ്യത കാണുന്നുണ്ട്. കാരണം ഒരു അസറ്റ് വളരെ പെട്ടെന്ന്, വളരെ വേഗത്തിൽ, സ്വർണ്ണമൊക്കെ പറയുകയാണെങ്കിൽ 65% വില വർദ്ധിച്ചു. വെള്ളി ഏതാണ്ട് ഇരട്ടിയോളം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ആസ്തികളിലൊക്കെ ഉണ്ടായിട്ടുള്ള ഇത്രയും വലിയൊരു വില വർധനവ് അതുപോലെ സസ്റ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതകൾ കണ്ടിട്ട് കുറച്ചും കൂടിയൊക്കെ മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വളരെ ശ്രദ്ധാപൂർവ്വം മാത്രം അത്തരം പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേപോലെ ഓഹരികളിൽ നമുക്ക് വളരെ മികച്ച പ്രതീക്ഷയാണ് ഇനി വരാൻ പോകുന്ന ഒരു വർഷത്തിലുള്ളത്. വിദേശ നിക്ഷേപകരെ വിറ്റഴിക്കുന്നത് ഇനി കുറയ്ക്കാനുള്ള ഒരു സാധ്യത കാണാം. കൂടാതെ ഗവൺമെൻറ് തലത്തിലുണ്ടായിട്ടുള്ള പല നയങ്ങളും ഇനി വിപണിയെ സ്വാധീനിക്കാനുള്ള വളരെ വലിയൊരു സാധ്യത കാണുന്നുണ്ട്. കാരണം ടാക്സ്, GSTയുടെ റിഡക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ലിക്വിഡിറ്റി ഇൻഫ്യൂസ് ചെയ്യാൻ ഗവൺമെൻറ്റും അതേപോലെ കേന്ദ്ര റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും എടുത്തിട്ടുള്ള നിലപാടുകൾ, പലിശ നിരക്കുകൾ കുറയ്ക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ട് വിപണിയിൽ സംഭവിക്കാനും, അതേപോലെ ഓഹരി മൂല്യങ്ങളൊക്കെ കുറേയൊക്കെ ഒരു നീതിയുക്തമായ നിലവാരത്തിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വിപണിയിൽ ഒരു മാന്യമായ റിട്ടേൺ 2026 ഓഹരി വിപണിയിൽ നിന്ന് നമ്മൾ നിക്ഷേപത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. നേരിട്ട് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നതിലും നല്ലത് മ്യൂച്വൽ ഫണ്ട് റൂട്ടിലൂടെയുള്ള നിക്ഷേപങ്ങളായിരിക്കും എന്തുകൊണ്ടും സാധാരണ നിക്ഷേപകർക്ക് നല്ലത്. ഏറെ പ്രതീക്ഷയോടെയാണ് പുതുതലമുറ 2025 നോക്കിക്കാണുന്നത്. കൊച്ചി അമൃത വിദ്യാ വിശ്വപീഠം ബിരുദ വിദ്യാർത്ഥിനി
അഞ്ജന അനിൽ. ഒരു പുതിയ വർഷം കൂടി, പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും തുടക്കങ്ങളുമെല്ലാം. ജീവിതം ഒരിക്കലും എളുപ്പമല്ല. എല്ലാ ദിവസവും നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്നുമില്ല. ചില ദിവസങ്ങൾ അങ്ങനെയാണ്. അതിനെ നമ്മൾ ആ രീതിയിൽ തന്നെ കാണാൻ ശ്രമിക്കുക. പ്രതീക്ഷയോടെ ജീവിക്കുക. പ്രതീക്ഷയുള്ളിടത്തെ ജീവിതം തുടരുന്നു എന്നതാണ് സത്യം. സ്ത്രീകൾ മുന്നോട്ട് വരണം. നമ്മുടെ അമ്മയും സഹോദരിമാരും പെൺകുട്ടികളും മക്കളും എല്ലാം അവരുടെ സ്വപ്നങ്ങൾ ഒതുക്കപ്പെടരുത്. അവരെ ചിറക് വിരിച്ച് പറക്കാൻ അനുവദിക്കും. അവരുടെ അവസരങ്ങൾ ഒരിക്കലും ചെറുതാക്കുകയും ചെയ്യരുത്. കാരണം സ്ത്രീകൾ ശക്തരാകുമ്പോഴേ ഒരു പുതിയ തലമുറ തന്നെ ശക്തമാകുന്നു എന്നതാണ് സത്യം. ഭാവിയെക്കുറിച്ച് ഒത്തിരി പ്രതീക്ഷയുണ്ട്, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. ഇതായിരിക്കും നമ്മൾ ഭൂരിഭാഗം ആൾക്കാരുടെയും പ്രശ്നം. പക്ഷെ വിശ്വസിക്കും, ഒരിക്കൽ എല്ലാം ശരിയാവും എന്ന പ്രതീക്ഷ അതാണ് നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്നത്. കാരണം നമ്മൾ എപ്പോഴും അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പഠനവും ജോലിയും സമ്മർദ്ദങ്ങളും ആശങ്കകളും ചിന്തകളും ഒറ്റപ്പെടലുകളും എന്തെല്ലാം അല്ലേ. ഓരോ ദിവസവും എന്തൊക്കെ നമ്മൾ അനുഭവിക്കുന്നു. പക്ഷെ നാം മുന്നോട്ട് നടക്കുക, അത് തന്നെയാണ് നമ്മുടെ ശക്തിയും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏറെ ശ്രദ്ധേയമായ വർഷം കൂടിയാണ് 2025. വിദ്യാഭ്യാസ രംഗത്തും മാധ്യമരംഗത്തുമെല്ലാം ഇത് ഏറെ സഹായകവും ചർച്ചയും ആയിട്ടുണ്ട്. തിരുവനന്തപുരം കരകുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകനായ ശ്രീ എ നൌഫൽ. കേരളം എപ്പോഴും വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യക്ക് മാതൃകയായ ഒരു സംസ്ഥാനമാണ്. ഡിജിറ്റലൈസേഷൻ കേരള വിദ്യാഭ്യാസത്തിന് ഒരു വലിയ ചുവടുവെപ്പാണ്. നിർമ്മിത ബുദ്ധി AI-യുടെ സാധ്യതകൾ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ പ്രതീക്ഷയാണ്. ടെക്നോളജിയുടെ പുതിയ കാലഘട്ടം രചിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. 2026 പ്രതീക്ഷയുടെ വർഷമാണ്. കമ്പ്യൂട്ടർ വിഷൻ, പിക്ടോബ്ലോക്സ് പോലുള്ളവയിലൂടെ വിഷൻ, റോബോട്ടിക്സ് എന്നിവ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഓൺലൈൻ പരീക്ഷ, ഓപ്പൺ ബുക്ക് പരീക്ഷ എന്നിവ വരാൻ പോകുന്നു. 2026 വിദ്യാഭ്യാസ മേഖലയിൽ പ്രതീക്ഷയുടെ വർഷമാണ്. നവകേരള മിഷന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്താൻ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തൽ, ICT പഠനം, അധ്യാപക പരിശീലനം എന്നിവ നടന്നുവരുന്നു. ഈ മാറ്റങ്ങൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മയും സമഗ്ര വികസനവും സാധ്യമാക്കുന്നു. നമ്മുടെ രാജ്യത്തിന് ചില മുറിവുകൾ നൽകിയ വർഷം കൂടിയായിരുന്നു 2025. മാധ്യമപ്രവർത്തകനായ ശ്രീ LR വിനയചന്ദ്രൻ. കഴിഞ്ഞുപോയ ആണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായിരുന്നില്ല. 2025 ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ ബൈസരൻ താഴ്വരയിൽ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് നടത്തിയ ഭീകരാക്രമണത്തിൽ 26 വിനോദസഞ്ചാരികളെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ചുട്ട മറുപടി നൽകി. മറ്റൊരു ദുരന്തമായിരുന്നു RCB കിരീടം നേടിയപ്പോൾ ഉണ്ടായത്. കരൂരിലെ രാഷ്ട്രീയ റാലിക്കിടെ ഉണ്ടായ ദുരന്തം നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. 2025 ജൂൺ 12 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യയുടെ വിമാനം തകർന്നു വീണ് 232 യാത്രക്കാരും 10 ജീവനക്കാരുമടക്കം 242 പേർ മരണപ്പെട്ടു. മെഡിക്കൽ വിദ്യാർത്ഥികൾക്കായി പണിതിരുന്ന ഹോസ്റ്റലിലിടിച്ച് 5 വിദ്യാർത്ഥികളും മരണപ്പെട്ടു. ആന്ധ്രയിലെ കുർണൂരിലുണ്ടായ ബസ് അപകടത്തിൽ നിരവധി പേരാണ് മരണപ്പെട്ടത്. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിലെ ചഷോത്തിയിൽ ഉണ്ടായ മേഘ വിസ്ഫോടനത്തിൽ 46 പേരാണ് മരണപ്പെട്ടത്. വരാൻ പോകുന്ന പുത്തൻ പുലരി ദുരിതങ്ങൾ ഒഴിഞ്ഞ് സന്തോഷത്തിൻ്റെതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ പുതുവത്സരാശംസകളും നേരുന്നു. കഴിഞ്ഞ വർഷം സംഭവിച്ച നഷ്ടങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പുതിയ വർഷത്തെ കൂടുതൽ ശ്രദ്ധയോടെ വരവേൽക്കാം. ഓരോ വർഷവും കൊഴിയുമ്പോൾ ഓരോ വയസ്സും കൂടുകയാണ്. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്നതല്ല. എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും കൊഴിഞ്ഞുപോയ ഇലകളും കഴിഞ്ഞുപോയ ദിനങ്ങളും ഒരിക്കലും തിരികെ വരുന്നതല്ല. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് മുന്നേറാം. പുതിയ വർഷം, പുതിയ പ്രതീക്ഷകൾ. എല്ലാ ശ്രോതാക്കൾക്കും പുതുവത്സരാശംസകൾ. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി G. നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.